ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഫ്ലാറ്റ് സെൻറ്റിമെൻറ്റിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്നലെ വീണ്ടും ടെക്നോളജി റാലി ചെയ്തിരിക്കുകയാണ്. എൻവിഡിയ, ആപ്പിൾ ഈ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വീണ്ടും $3 ട്രില്യൺ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം 3 കമ്പനികളാണ് $3 ട്രില്യൺ മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, അതുപോലെ തന്നെ എൻവിഡിയ. അതോടൊപ്പം തന്നെ ടെസ്ലയും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. ആമസോൺ, എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ അമേരിക്കയിൽ മുന്നേറിയിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ വന്നിരുന്നു. 4 വർഷത്തെ ലോവർ ലെവലിലാണ് ഈ ഡാറ്റ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. US ഫെഡ് ഒരു പക്ഷേ അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തേക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടിയുണ്ട്. ഒപ്പം നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഇന്ത്യ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ തന്നെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് മോർണിംഗിൽ $3231 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ADRകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും ICICI ബാങ്കും HDFC ബാങ്ക് ഇൻഫോസിസും അതോടൊപ്പം തന്നെ ICICI ബാങ്ക്, HDFC സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഡോക്ടർ റെഡ്ഡീസ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ $476.9 കോടി സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അതേസമയം $4273.8 കോടി സ്റ്റോക്കുകൾ നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ ഇന്ത്യയിലും അനൗൺസ് ചെയ്തിരുന്നു. 3.16% ഇതും 5 വർഷത്തെ ലോവസ്റ്റ് ഫിഗറാണ് വന്നിരിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. നമ്മുടെ RBI വീണ്ടും അടുത്ത മീറ്റിങ്ങിൽ റേറ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം Q4 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ, അതുപോലെ തന്നെ ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ്, ഗ്ലാക്സോ സ്മിത്ത് ക്ലൈൻ ഫാർമ, സെർമ SGS, ITD സിമെൻറ്റേഷൻ, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികളുടെ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവ് റിയാക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മോർഗൻ സ്റ്റാൻലി MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ കൊറാമൻഡൽ ഇൻ്റർനാഷണലിലെ അതുപോലെ തന്നെ നൈക്കായി 2 കമ്പനികളെ ആഡ് ചെയ്യാൻ സാധ്യതകളുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ MSCI സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 11 അഡീഷനും 21 ഡിലീഷനാണ് വരുന്നത്. ഒപ്പം MSCI ഇന്ത്യ ഡൊമസ്റ്റിക് ഇൻഡെക്സിൽ GMR എയർപോർട്ട്സും അതുപോലെ തന്നെ കോറമണ്ടൽ ഇൻ്റർനാഷണലും ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പൊതുവെ ഇത് പോസിറ്റീവ് ന്യൂസാണ്. MSCI ഇൻഡെക്സിൽ അഡീഷൻ വരുന്നത് ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് കോറമണ്ടൽ ഇൻ്റർനാഷണലെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനിയാണ് കോറമണ്ടൽ ഇൻ്റർനാഷണലിൽ. അഡാനി പവർ പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ധാരാളം കമ്പനികൾ ഇന്ന് Q4 റിസൾട്ടും ആനുവൽ റിസൾട്ടുകളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മളൊരു പോസിറ്റീവ് ബയാസാണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മെയ് എൻഡോട് കൂടിയിട്ട് ഒരുപക്ഷെ നിഫ്റ്റിയും സെൻസസും 25,400, 25,600 ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതകളുണ്ട്, മറ്റു വലിയ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഒപ്റ്റിമിസത്തോടു കൂടിയുള്ളൊരു സെൻറ്റിമെൻറ്റ് കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.